അല്ല മുസ്ലിങ്ങളെ, നിങ്ങളൊക്കെ ഈ കണ്ട കാലം അത്രയും നമ്മുടെ രാജ്യത്ത് നാട്ടിൽ ജീവിച്ചിട്ട് ദേശസ്നേഹി എന്ന നിലയിൽ ഒരു അംഗീകാരം നിങ്ങൾക്ക് എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ മുൻ തലമുറ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലടക്കം നിർണായകമായ പങ്ക് വഹിച്ചവരാണ്, സജീവ സാന്നിധ്യമായിരുന്നവരാണ്, കരുത്തുറ്റ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. ഇന്ന് ദേശസ്നേഹികളെ നൂറ്റം കൊള്ളുകയും അഭിനയിക്കുകയും ചെയ്യുന്നവരുടെ അന്നത്തെ തലമുറ സായിപ്പിൻ്റെ അന്തപുരങ്ങളിൽ ചെന്ന് മദാമയുടെ അടിപ്പാവട അലക്കി കൊടുക്കുകയും അവൻ്റെ അടുക്കളയിൽ അരിയാട്ടി കൊടുക്കുകയും ഉമ്മറത്ത് വന്നിരുന്ന് അവൻ്റെ ഷൂ നക്കി മാപ്പെഴുതി കൊടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മുൻ തലമുറ ബ്രിട്ടീഷുകാരൻ്റെ തോക്കിന് മുമ്പിൽ, തൂക്കുകയറിന് മുമ്പിൽ ചലിക്കാതെ, നിലപാടുകളിൽ തീരുമാനങ്ങളിൽ വെള്ളം ചേർക്കാതെ, പോരാട്ട വീര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ രക്തസാക്ഷിത്വം ധൈര്യസമേതം ഏറ്റുവാങ്ങുകയായിരുന്നു. മുസ്ലിങ്ങളെ, ആ യോദ്ധാക്കളുടെ പിൻതലമുറക്കാരെന്ന നിലയിൽ ഇക്കണ്ട കാലം അത്രയും ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിട്ട് ദേശസ്നേഹി എന്ന നിലയിൽ ഒരു പരിഗണന ആരെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യം പല മേഖലകളിലും വമ്പൻ കുതിച്ചുചാട്ടങ്ങൾ നടത്തി. അവിടെയെല്ലാം മുസ്ലിങ്ങൾ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ മാർക്കറ്റുകൾ ചലിക്കുന്നത് വിദേശത്ത് നിന്ന് വരുന്ന പണത്തിൻ്റെ സഹായത്തോടെയാണ്. ആ രീതിയിൽ ഗൾഫിൽ നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്ന ഗൾഫ് പണത്തിൻ്റെ സിംഹഭാഗവും അയക്കുന്നത് മുസ്ലിങ്ങളാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ, നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി പല മേഖലകളിലും അഹോരാത്രം പണിയെടുത്തിട്ടും മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് എവിടെങ്കിലും നിന്നും, ആരെങ്കിലും നിന്നും രാജ്യസ്നേഹി, ദേശസ്നേഹി എന്ന നിലയിൽ ഒരു അംഗീകാരം, ഒരു ചേർത്ത് പിടിക്കൽ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ ഇയാളെ നോക്കൂ, ഫസൽ കാരാട്ട് നിങ്ങളുടെ സമുദായത്തിൽ നിന്നും വരുന്നയാളാണ്. നമ്മുടെ ഗവർണർ കഴിഞ്ഞ ദിവസം ഇയാളെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ച് ദേശസ്നേഹി എന്ന നിലയിൽ ഒരു അംഗീകാരം കൊടുത്തു. ഒരുപക്ഷെ ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ രാജ്യസ്നേഹി എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആദ്യത്തെ മുസ്ലിം നാമധാരി ഇയാളായിരിക്കും. അതുകൊണ്ട് സർട്ടിഫൈഡ് രാജ്യസ്നേഹി എന്ന പേരിലായിരിക്കും ഇനി മുതൽ ഇയാൾ അറിയപ്പെടുക. രാജ്യസ്നേഹി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിക്കൊണ്ട് ഇയാൾ പങ്കുവെച്ചൊരു കുറിപ്പുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ ജീവിതത്തിലെ ഒരു അനുഗ്രഹീത നിമിഷമാണ്. കഴിഞ്ഞ 4 വർഷത്തിലേറെയായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടിയും രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ജിഹാദികൾക്കെതിരെയും ഞാൻ നടത്തിയ പോരാട്ടത്തിൻ്റെ ഫലമാണ്, അതിനുള്ള അംഗീകാരമാണ് ഗവർണറിൽ നിന്നും എനിക്ക് ഇത്തരത്തിൽ രാജ്യസ്നേഹി സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള കാരണം. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. 4 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ രാജ്യസ്നേഹി ആയിരുന്നില്ലേ? ഇന്ത്യയുടെ ദേശീയതയ്ക്ക് വേണ്ടി, ഇന്ത്യയെ തകർക്കുന്ന ശക്തികൾക്ക് വേണ്ടി നിങ്ങൾ എന്തെടുക്കുകയായിരുന്നു? നിങ്ങൾ എവിടെയായിരുന്നു? രാജ്യത്തെ തകർക്കുന്ന ശക്തികൾ 4 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തുണ്ടായിരുന്നില്ലേ? ഈ രാജ്യത്തുണ്ടായിരുന്നില്ലേ? രാജ്യത്തിന് പുറത്തുണ്ടായിരുന്നില്ലേ? അവരെ പിടികൂടാൻ, അവരെ തകർക്കാൻ, അതിലൊക്കെ അപ്പുറം തൻ്റെ രാജ്യസ്നേഹം തെളിയിക്കാൻ കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് താൻ എന്ത് പണിയാണ് എടുത്തത്? അതല്ല, കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ രാജ്യദ്രോഹിയായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ നിർണായകമായ വിവരങ്ങൾ, രഹസ്യങ്ങൾ ശത്രു രാജ്യമായ പാകിസ്ഥാൻ ഒറ്റിക്കൊടുക്കുന്ന വാർത്തകൾ ദിനം പ്രതി പത്രമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണാറുണ്ട്, വായിക്കാറുണ്ട്, അറിയാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും പണിയെടുക്കുന്ന ആളായിരുന്നോ താൻ? അതിൻ്റെ ഭാഗമായി അത്തരത്തിൽ പിടിക്കപ്പെടുകയും അവസാനം കുറ്റബോധം തോന്നിയതിനു ശേഷം കഴിഞ്ഞ 4 വർഷമായി രാജ്യത്തിന് വേണ്ടി, ദേശീയതയ്ക്ക് വേണ്ടി, രാജ്യത്തെ തകർക്കുന്ന ശക്തികൾക്കെതിരെ പോരാടാൻ ഇറങ്ങി തിരിച്ച ആളാണോ താൻ? എന്താണ് താങ്കളുടെ പൂർവ്വകാലം? എന്താണ് താങ്കളുടെ ഭൂതകാലം? രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ പോരാടിയതിൽ തനിക്ക് ഗവർണർ സ്വീകരണം തന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കും ഇയാൾ അതിർത്തിയിൽ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഒരു പട്ടാളക്കാരനായിരിക്കാം, അതല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എന്താണ് ഇയാൾ രാജ്യത്തിന് വേണ്ടി പോരാടിയത്? അത് ഇത്രയേ ഉള്ളൂ. യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് മുസ്ലിങ്ങളെല്ലാം നിരന്തരം വർഗീയവാദികളാക്കുക, അക്രമികളാക്കുക, ഇന്ത്യയിലെ, കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുക, ജിഹാദികളെന്ന് വിളിച്ച് നിരന്തരം ആ സമുദായത്തെ അക്രമികളായി ചിത്രീകരിച്ചുകൊണ്ട് സംഘപരിവാറിന് ഒറ്റിക്കൊടുക്കുക. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട RSSകാരനായ ഗവർണർ അവനെ രാജ്ഭവനിലേക്ക് വിളിച്ച് ഒരു സ്വീകരണം കൊടുത്തു. അതാണിപ്പോൾ വലിയ രാജ്യസ്നേഹിയായി, ദേശസ്നേഹിയായി താൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മുസംഗി കൊട്ടിഘോഷിക്കുന്നത്. രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ താൻ പോരാടി എന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് ഇവൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ തനിക്ക് മുമ്പിൽ കൂടിയിരിക്കുന്ന മതവിശ്വാസികളോട് അവർക്ക് ഉപദേശം എന്ന നിലയിൽ മതത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഉടനെ ഇവൻ ആ പണ്ഡിതനെ വിമർശിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്, ജിഹാദി എന്ന് വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. ന്യൂ ഇയർ പോലെയുള്ള പരിപാടികൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ തൻ്റെ സമുദായത്തിനോടായി, മാതാപിതാക്കളോടായി, ന്യൂ ഇയർ ആണ് വരുന്നത്, നിങ്ങൾ മക്കളെ സൂക്ഷിക്കണം, ആൺകുട്ടികൾ പുറത്തു പോകുമ്പോൾ ഒരുപക്ഷെ അവർ ലഹരിയുമായി ബന്ധപ്പെടാനുള്ള സാധ്യതകളുണ്ട്, അക്രമങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്, പെൺകുട്ടികളാണെങ്കിൽ ഇത്തരം ആഘോഷങ്ങളുടെ മറവിൽ ചതിക്കുഴികളിൽ വീഴാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ മക്കളെ സൂക്ഷിക്കണം, സംരക്ഷിക്കണം എന്നൊക്കെ ഒരു മുസ്ലിം പണ്ഡിതൻ തൻ്റെ ഉപദേശത്തിൻ്റെ ഭാഗമായി ഉമ്മത്തിനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ സമുദായത്തിനോട് പറഞ്ഞാൽ ഉടനെ ഇവനൊരു വീഡിയോ ചെയ്യും. ഇതാ ജിഹാദികൾ ഇവിടെ ന്യൂ ഇയറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു, ഇവിടുത്തെ ജിഹാദികളെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളില്ലേ, ന്യൂ ഇയർ ആഘോഷം ഹറാമാണോ,
ഇതാണ് ജിഹാദികൾ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ പണ്ഡിതന്മാരെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന പണിയെടുക്കുന്നതിനാണ് ജിഹാദികൾക്കെതിരെയുള്ള തൻ്റെ പോരാട്ടങ്ങളെന്ന് അവകാശപ്പെടുന്നത് ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ 4 വർഷമായി കൃത്യമായൊരു ഫണ്ട് കൈപ്പറ്റി മുസ്ലിം സമുദായത്തെ സംഘപരിവാറിന് ഒറ്റുകൊടുക്കുന്ന ഇവനെ നിരന്തരം ചോദ്യം ചെയ്യുമ്പോൾ, തുറന്നു കാണിക്കുമ്പോൾ ഇവൻ പറയുന്ന ഒരു കാര്യം, ഞാൻ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, മുസ്ലിങ്ങളിലെ തീവ്രവാദികളെക്കുറിച്ചാണ്, ജിഹാദികളെക്കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസവും ഇവനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് സമസ്തയുടെ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളന വേദിയിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കൾ പങ്കെടുത്ത ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇവൻ കൊടുത്ത അടിക്കുറിപ്പ് കോൺഗ്രസ് ജിഹാദികളെ വെളുപ്പിക്കുന്നു എന്നാണ്. ഇവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജിഹാദികളെന്ന് പറഞ്ഞാൽ അക്രമികളാണ്, തീവ്രവാദികളാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ സാമുദായിക രംഗത്തും സാംസ്കാരിക രംഗത്തും നിർണായകമായ സ്വാധീനങ്ങൾ ചെലുത്തിയ, വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ, 100 വർഷം പൂർത്തിയാക്കി ആയിരക്കണക്കിന് പണ്ഡിതന്മാരും ലക്ഷോപലക്ഷം പ്രവർത്തകരുമുള്ള സമസ്ത തീവ്രവാദികളാണോ? അതിന് നേതൃത്വം കൊടുക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ജിഹാദിയാണോ? നീ മറുപടി പറയണം. ഞാൻ ജിഹാദികളെന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളിലെ തീവ്രവാദികളെ മാത്രമാണെന്നും അവർക്കെതിരെയാണ് താൻ പ്രതികരിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും അവകാശപ്പെടുന്ന നീ കാസർഗോഡ് നടക്കുന്ന സമസ്ത സമ്മേളനത്തെ വിശേഷിപ്പിച്ചത് ജിഹാദികളുടെ സമ്മേളനമെന്നാണ്. അതുകൊണ്ട് നീ ആരാണെന്നും നിന്റെ ഉദ്ദേശം എന്താണെന്നും മുസ്ലിം സമുദായത്തെ നിരന്തരം സംഘപരിവാറിന് ഒറ്റുകൊടുക്കുന്നതിൽ നിനക്കുള്ള പങ്കെന്താണെന്നും ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പിന്നെ ഇവൻ വലിയ ആവേശത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചില ഹിന്ദുക്കളെ കയ്യിലെടുക്കാൻ, പ്രത്യേകിച്ച് സംഘികളെ കയ്യിലെടുക്കാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാസർഗോഡ് നടക്കുന്ന സമസ്തയുടെ സമ്മേളനത്തിലേക്ക് ഇടതന്മാരും മലതന്മാരും ഒക്കെ പോകുന്നുണ്ട്. ഇവരാരും എന്തുകൊണ്ടാണ് മലപ്പുറത്ത് നടന്ന കുംഭമേളയിൽ പങ്കെടുക്കാത്തത്? അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇവരെ തിരിച്ചറിയുക എന്നാണ് ഇവൻ വലിയ എന്തോ സംഭവമായി ചോദിക്കുന്നത്. ഹിന്ദുക്കളെ പിരികേറ്റാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഫണ്ട് കൊടുക്കുന്ന സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലതൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുകയാണ്. പക്ഷേ കാസർഗോഡ് നടക്കുന്നത് ഒരു സമ്മേളനമാണ്. ആ സമ്മേളനത്തിലേക്ക് പലരും ക്ഷണിക്കപ്പെട്ടിട്ടാണ് പങ്കെടുക്കുന്നത്. ഇടതിൻ്റെയും വലതിൻ്റെയും മാത്രമല്ല, BJPയുടെ നേതാക്കൾ പോലും ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ ക്ഷണിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമ്മേളനത്തിലേക്ക് പോകുന്നവരാണ്. എന്നാൽ മലപ്പുറത്ത് നടന്ന കുംഭമേള അത്തരത്തിലൊരു പരിപാടിയായിരുന്നു. അതൊരു സമ്മേളനമായിരുന്നു. അവിടെ ഏതെങ്കിലും അതിഥികളെ പ്രത്യേകമായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു? അത് വിശ്വാസികൾ പങ്കെടുത്ത മതപരമായ ഒരു ചടങ്ങായിരുന്നു. മതപരമായ ആചാരങ്ങൾ, വിശ്വാസപരമായ സങ്കല്പങ്ങളുടെ പൂർണ്ണത എന്ന നിലയിൽ അവരുടെ ഹിന്ദുക്കളുടെ ഒരു ഭക്തജന സംഗമമായിരുന്നു. അതിലേക്ക് എന്തിനാണ് പ്രത്യേകമായി ആരെങ്കിലും വരേണ്ടത്? വിശ്വാസമുള്ളവർ വരും, അല്ലാതെ അതേതെങ്കിലും രാഷ്ട്രീയമായ ശക്തി തെളിയിക്കാനുള്ള വേദിയായിരുന്നില്ലല്ലോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമ്മേളനമായിരുന്നില്ലല്ലോ. എന്നാൽ ചില ആളുകൾ അവിടെ പ്രസംഗിച്ചിരുന്നു. ഫസൽ കാരാട്ടിൻ്റെ നേതാവായിട്ടുള്ള ഒരു സ്വാമി അവിടെ ഗംഭീരമായൊരു പ്രസംഗം നടത്തിയിരുന്നു. ഇത് മലപ്പുറമല്ലേ? നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരണോ? ഹിന്ദുക്കളെ, നിങ്ങളൊന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. നാളെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദുവിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് തയ്യാറായിരിക്കണം. 2047 നമ്മുടെ രാജ്യം, ഇന്ത്യ മഹാരാജ്യം, ഒരു മുസ്ലിം രാജ്യമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഹിന്ദുക്കളായ നിങ്ങൾ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം, വേണ്ട മുൻകരുതലുകൾ എടുക്കണം, വേണ്ടി വന്നാൽ നിങ്ങൾ രംഗത്തേക്ക് ഇറങ്ങണം എന്ന രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം എൻ്റെ നേതാവായ ആസാമി മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്ന് പ്രസംഗിച്ചു. പക്ഷേ ഹിന്ദുക്കൾ ആരും അതിനെ മുഖവിലക്കെടുത്തില്ല. അവർക്കറിയാം അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ പരിപാടി വമ്പൻ വിജയമായതും. ആ പരിപാടിയിൽ പങ്കെടുത്ത സംഘികളും നീ അടക്കമുള്ള ഒറ്റുകാരും വിചാരിച്ച പോലെയുള്ള ഒരു അക്രമത്തിൻ്റെ അന്തരീക്ഷം, ഹിന്ദുവിനും മുസ്ലിമിനും ഇടയിലുള്ള ഒരു കലാപത്തിൻ്റെ സാധ്യതയുടെ തരി പോലും ഇല്ലാതെ വന്നതിലുള്ള അസഹിഷ്ണുതയാണ്, അസ്വസ്ഥതയാണ് എന്നെപ്പോലെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നിരുന്ന് പരസ്യമായി പ്രകടിപ്പിക്കുന്നതെന്ന് ഇവിടെ ചോറ് കഴിക്കുന്ന ആർക്കും വളരെ വ്യക്തമായി മനസ്സിലാവും. ഏതായാലും രാജ്ഭവനിൽ പോയി ഗവർണറുടെ കയ്യിൽ നിന്നും രാജ്യസ്നേഹിക്കുള്ള സർട്ടിഫിക്കറ്റൊക്കെ സ്വന്തമാക്കി വലിയ സന്തോഷത്തിലും ആവേശത്തിലുമാണല്ലോ ഫസൽ കാരാട്ട് നീ ഇപ്പോൾ ഉള്ളത്. നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആസാമിലെ BJP അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. എന്തായിരുന്നു ആ വീഡിയോ എന്നുള്ളത് നീയും കണ്ടിട്ടുണ്ടാകുമല്ലോ. മുസ്ലിങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുന്ന മുഖ്യമന്ത്രി ഹിമന്ത് ബിസ്വ, മുസ്ലിങ്ങളെ വംശീയമായി ഉന്മൂലനം ചെയ്യണമെന്ന സന്ദേശം നൽകുന്ന ആ വീഡിയോയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന പൊതുജന വികാരം എത്രയും പെട്ടെന്ന് ഈ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതായിരുന്നു. അതോടെ BJP തന്നെ ആ വീഡിയോ മുക്കുകയും ചെയ്തു. ഈ സംഭവത്തിനെതിരെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട്, വേണ്ട, സോഷ്യൽ മീഡിയയിൽ ഒരു വരി പോസ്റ്റ് ഇട്ടുകൊണ്ട് പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം ഫസൽ കാരാട്ടെ നിനക്കുണ്ടോ? നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. മുസ്ലിങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുന്ന ഒരു വീഡിയോ, BJP നേതാവും മുഖ്യമന്ത്രിയുമായ ഒരാളുടെ വീഡിയോ BJPക്കാർ തന്നെ, സംഘപരിവാറുകാർ തന്നെ വളരെ ആവേശത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? മുസ്ലിങ്ങളെ കൂട്ടമായി കൊന്നൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ മുസ്ലിം സമുദായം എന്ന് പറയുമ്പോൾ നീ അടക്കം, നിന്റെ മാതാപിതാക്കളടക്കം, നിന്റെ ഭാര്യയും മക്കളും അടക്കമുള്ള മുഴുവൻ മുസ്ലിങ്ങളും ആ വിഭാഗത്തിൽ വരുന്നവർ തന്നെയാണ്. അത്തരത്തിൽ വംശീയമായി ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവർ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് സംഘപരിവാറിൻ്റെ തീരുമാനം.
നീ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുറച്ച് നക്കാപ്പിച്ച കിട്ടുന്നതിന് വേണ്ടി മുസ്ലിം സമുദായത്തെ സംഘപരിവാറിന് ഒറ്റുകൊടുക്കുന്നത് കൊണ്ട് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലപ്പെടുന്നവരിൽ നീ ഇല്ല എന്ന് നീ വിചാരിക്കണ്ട. നീ അടക്കമുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് BJP, RSS, സംഘപരിവാർ ഈ രീതിയിലുള്ള വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതും അക്രമികളെ ആ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതും. അതുകൊണ്ട് ഫസൽ കാരാട്ട് എന്ന മുസംഗി, മുനാഫിക്ക്, ഒറ്റുകാര, നിനക്ക് ധൈര്യമുണ്ടോ ഈ വിഷയത്തിൽ സംഘപരിവാറിനെതിരെ, അസാമിലെ BJP പുറത്തുവിട്ട ഈ വീഡിയോയ്ക്കെതിരെ ഒരക്ഷരം കൊണ്ട്, ഒരു വാക്ക് കൊണ്ട്, ഒരു വരി കൊണ്ട് പ്രതികരിക്കാനുള്ള തൻ്റെ ഇടം, നട്ടല് നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഒന്ന് പ്രതികരിച്ച് കാണിക്കുക. അടുത്ത സെക്കൻഡിൽ നിനക്ക് അവർ തന്ന രാജ്യസ്നേഹി സർട്ടിഫിക്കറ്റ് അവർ തിരികെ വാങ്ങിക്കും. പിന്നെ നീ അറിയപ്പെടുന്നത് ജിഹാദി എന്നാണ്, തീവ്രവാദി എന്നാണ്. അവരുടെ കയ്യിൽ നിന്നും ഫണ്ട് വാങ്ങിയതുകൊണ്ട് ഒരുപക്ഷെ നിന്റെ ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യും. അതുകൊണ്ട് ഫസൽ കാരാട്ട് 2014 ശേഷം മാത്രം രാജ്യസ്നേഹികളായ അഭിനവ ദേശസ്നേഹികളുടെ മൂട് താങ്ങി നീ എത്ര സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കിയാലും സമുദായത്തെ സംഘപരിവാറിന് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന നിന്നെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സമുദായത്തിൻ്റെ ഒറ്റുകാരനായ, ഖുർആൻ വിശേഷിപ്പിച്ച മുനാഫിക്കായ നിന്നെ കൂടുതലായി തുറന്നു കാണിക്കാൻ, പൊളിച്ചു കാണിക്കാൻ ഏതറ്റം വരെയും പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനവും.